യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവംബർ മാസം 2025 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ്. നിങ്ങളുടെ മുഖം മാത്രമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത്. ഒരു അദൃശ്യ ശക്തി ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു പവറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എനർജി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എനർജിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ഫാദർ ആണ് കിട്ടിയിട്ടുള്ളത്. വൈൽഡ് റോസ് ആണ്. ദ ഫാദർ മൗണ്ടൻ റോസ് ആണ്. ആൻഡ് ഓൾസോ ദ മൗണ്ടൻ എന്ന് പറയുന്ന എനർജി പോലും വി ക്യാൻ സേ ദാറ്റ് അത് വളരെയധികം ഒരു ഉറപ്പുള്ള ഒരു എനർജിയാണ് അല്ലെ. മൗണ്ടൻ, മല എന്ന് പറയുന്നത് അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ആൻഡ് ഓൾസോ ഇത് കാപ്രിക്കോൺ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. എർത്ത് സൈൻ ആണ്, എർത്ത് സോഡിയാക് സൈൻ ആണ് വരുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഈ ഒരു ടോറസ്, വിർഗോ, കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആയിരിക്കാം, എർത്ത് സൈൻ ആയിരിക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ സോഡിയാക് അലൈൻമെന്റ് പ്രകാരം ഇങ്ങനെ ആയിരിക്കാം വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം പ്രൊട്ടക്ഷൻ ആണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇപ്പൊ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മുതുമുത്തശ്ശന്മാരുടെ, അതായത് പൂർവികരുടെ, അത് കൂടുതലും അച്ഛന്മാരുടെ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് മുതുമുത്തശ്ശൻ, വല്യച്ഛൻ, അല്ലെങ്കിൽ ഇളയച്ഛൻ, അല്ലെങ്കിൽ മുത്തശ്ശൻ, ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. മുതുമുത്തശ്ശൻ, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. മുത്തശ്ശന്മാരുടെ എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ദ ഫാദർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അവരായിട്ട് നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട്. പലവർക്കും പലവരുടെ, അതായത് ഇതിൽ കാണുന്ന നിങ്ങളിൽ പലവരുടെയും മുതുമുത്തശ്ശന്മാര് വഴി വന്നിട്ടുള്ള, അതായത് അവരുടെ ബ്ലെസ്സിങ്സ് കാരണം, അവരുടെ അനുഗ്രഹം കാരണം, അതായത് ചിലപ്പോൾ നിങ്ങൾ അവരെ ഓർക്കാറുണ്ടായിരിക്കാം, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരിക്കാം, അവരുടെ ഫോട്ടോ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. സോ എന്തുകൊണ്ടോ അവരുടെ ഒരു എനർജി ഭയങ്കരമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് വളരെയധികം പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. അവര് വഴിയാണ് പലവർക്കും, ഇറ്റ്സ് എ ജനറൽ റീഡിംഗ്, പക്ഷെ പലവർക്കും ഈ ഒരു കണക്ഷൻ ലഭിച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ പവറിലേക്ക് നിങ്ങൾക്ക് വരാനും പറ്റും. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ കരിയർ വൈസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, ഒരുപാട് മാറ്റങ്ങൾ, അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു കണക്ഷനിൽ നിന്നും മാത്രമാണ് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ മുന്നോട്ട് പോകാനുള്ള ധൈര്യമാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് പ്രണയം മാത്രമല്ല കിട്ടുന്നത്, നിങ്ങളുടെ കരിയർ വൈസും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു എനർജി, അതാണ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതോട് കൂടിയായിരിക്കാം നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് നടത്തിയിട്ടുണ്ടാകാം, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, അത് വിജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ എന്തുകൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു റിയൽ പവറിലേക്ക്, നിങ്ങളുടെ യഥാർത്ഥ പവർ എന്താണോ ആ ഒരു റിയൽ പവറിലേക്ക് പോകാൻ പറ്റിയത് പോലും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രമാണ് എന്നാണ് കാണിക്കുന്നത്. കാരണം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ ആണെങ്കിൽ പോലും ഓരോ നിമിഷവും നിങ്ങളിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിത്തൗട്ട് എനി റീസൺ അങ്ങനെയാണ് കാണിക്കുന്നത്. അത് പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല,
നിങ്ങളിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സണെ നിങ്ങളിലേക്ക്. അത് ഈ പൂർവികരുടെ ഒരു ട്രിക്കായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ റെസ്ക്യൂർ ആണ് മിസ് എഡിറ്റ് കേവൽ റോസ് ആണ് കാണിക്കുന്നത്. ദ മോഡേൺ ഗാർഡൻ റോസ് ആണ്. ഇത് നമുക്ക് ഏരീസ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഏരീസ് സോഡിയക് സൈൻ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സോഡിയക് സൈൻ ആണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾ സെൽഫ് ഹെൽപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സെൽഫ് ഹെൽപ്പിന് വേണ്ടിയിട്ട് നോക്കി നിന്നപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ചിലപ്പോൾ ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിട്ടുണ്ടാകാം. വേറെ കണക്ഷൻസ് ചിലപ്പോൾ ശരിയായിട്ടില്ലായിരിക്കാം. വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടാകാം, അത് വർക്കായിട്ടില്ലായിരിക്കാം. സോ ഭയങ്കരമായിട്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം, ആരുടെയെങ്കിലും സാന്നിധ്യം വേണം, എന്നാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ സ്നേഹവും ആണ്. ഇവിടെ ഡിപ്പെൻഡബിലിറ്റി ആൻഡ് ഹീലിംഗ് ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ എന്ത് കാര്യത്തിനും നിങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിനൊരു വിഷമം വന്നാൽ പോലും അവിടെ അപ്പം തന്നെ നിങ്ങളോട് തുറന്നു പറയണം, നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു ഡിപ്പെൻഡബിലിറ്റി മാറുകയുള്ളൂ എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളെ എപ്പോഴും ആശ്രയിച്ചാണ് ഈ പേഴ്സൺ ജീവിക്കുന്നത്. ഈ പേഴ്സന്റെ സൊല്യൂഷൻസ് പോലും നിങ്ങളുടെ കൈകളിലാണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സൺ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പേടിച്ചോടി വന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? ജീവിത പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഈ പേഴ്സന്റെ സ്വയം ചിന്തയോടുകൂടി പേടിച്ചിട്ട് ഓടി വന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അത് വന്നത് നിങ്ങളുടെ അടുത്തേക്കാണ്. ആൻഡ് ഓൾസോ അതൊരു സർവൈവർ ആണത്. ഈ പേഴ്സൺ ഒരു സർവൈവർ ആണ്. ആൻഡ് ഓൾസോ ദ ഡേ ടു ഡേ ലൈഫിൽ സൊല്യൂഷൻസ് ലഭിക്കണമെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളോടാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് ഈ പേഴ്സന്റെ ആശ്വാസമായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഒറിജിനൽ വേർഷൻ ആണ് നിങ്ങളുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് എല്ലാം മൂടിക്കെട്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറാനോ, മനസ്സിൽ ഒരു മുഖം വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പുറമെ വേറെ മുഖം വെച്ച് കാണിക്കാനോ ഒന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് എത്രമാത്രം നല്ല രീതിയിൽ വരാൻ സാധിക്കുന്നുമോ അത്രമാത്രം ഒറിജിനാലിറ്റിയിൽ വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സന്റെ പലപ്പോഴും ഒരു കണ്ണാടിയാണ് നിങ്ങൾ. കാരണം ഈ പേഴ്സന് ദേഷ്യമാണ് തോന്നിക്കെങ്കിൽ അത് അങ്ങനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഈ പേഴ്സൺ ദേഷ്യമാണ് ഈ പേഴ്സന്റെ മനസ്സിലെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കും. സന്തോഷമാണെങ്കിൽ അങ്ങനെ, റൊമാൻസ് ആണെങ്കിൽ അങ്ങനെ എല്ലാ കാര്യവും വളരെ ഒറിജിനൽ വിഷനായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. ദ ഹാപ്പിനെസ് ആണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറഞ്ഞത് വളരെയധികം സന്തോഷം തന്നെയാണ്. അത് ഒരു കാരണവശാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് അത് ഒരിക്കലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്ത് നിന്നും മാഞ്ഞു പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. സന്തോഷമാണ് കാണിക്കുന്നത്. സന്തോഷത്തിന്റെ ഒരു ഓറയാണ് കാണിക്കുന്നത്. നമുക്കിവിടെ ബ്ലൂ ബട്ടർഫ്ലൈനെയൊക്കെ കാണാൻ സാധിക്കും. ബ്ലൂ ബട്ടർഫ്ലൈ, ഡാർക്ക് ബ്ലൂ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുകയാണെങ്കിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പേഴ്സന്റെ സോള് ഒരുപാട് അന്വേഷിച്ചതിൽ വെച്ച് നോക്കുമ്പോൾ ഈ പേഴ്സന്റെ സോളിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത്. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും സോള് ഒരുപാട് കാലമായിട്ട്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ജന്മാന്തരങ്ങളായിട്ട് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സോളായിരിക്കാം. ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ സോളാണെങ്കിൽ നിങ്ങളെ പോലെ ഒരു സോളിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അത് ജന്മാന്തരങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നതാകാം. ഈ ഒരു ജന്മത്തിലായിരിക്കാം അത് സഫലീകരിച്ചിട്ടുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുടെ ആ ഒരു മുഖമാണ് ഏതൊരു സമയത്തും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സന് താല്പര്യമില്ല നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോകാനോ. ചെറിയ രീതിയിൽ വഴക്കുകളൊക്കെ ഉണ്ടാകാം, അതെല്ലാ കണക്ഷൻസിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് വിട്ട് പോകാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ പേഴ്സൺ ഇപ്പൊ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ളൊരു അവേക്കനിങ് പ്രോസസ്സിലും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മേ ബി കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, റെയ്ക്കി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ അത് ആ ഒരു എന്താ പറയാ, സംതിങ് എന്തൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ അത് ചിലപ്പോൾ നിങ്ങളെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഈ പേഴ്സൺ അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ നിങ്ങൾ ഓൾറെഡി സ്പിരിച്വൽ ജേർണിയിലുള്ള ആളാണ്. അപ്പൊ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഈ പേഴ്സന്റെ മുന്നിൽ തുറന്ന് കാണിച്ചപ്പോൾ ഈ പേഴ്സണും ആ ഒരു വഴിയിലൂടെ വന്നതായിരിക്കാം. അപ്പോൾ ഈ പേഴ്സന്റെ ഒരു എനർജി പ്രകാരം നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ബുദ്ധ റിവീലിംഗ് ആണ്. അതായത് ഭയങ്കരമായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് മെഡിറ്റേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെയധികം പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നെഗറ്റീവ് എനർജീസും കർമ്മകളും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് അതൊരു ബ്ലാക്ക് മാജിക് ആകാനാണ് കൂടുതലും സാധ്യത. കൂടോത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ജന്മന ഒരുപക്ഷെ ഈ വ്യക്തിയെ ബാധിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, എസ്പെഷ്യലി നിങ്ങൾക്കും. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേഴ്സന്റെ സോളിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആ ഒരു നെഗറ്റീവ് എനർജിയുടെ വലയത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സമയത്താണ് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഈ വ്യക്തിക്ക് വരുന്നത്. അപ്പോൾ അതിലൂടെയാണ് ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സന്റെ ആ ഒരു യഥാർത്ഥ എനർജിയിലേക്ക് വരാനും ആ ഒരു യഥാർത്ഥ എനർജിയുമായിട്ട് ഒറിജിനാലിറ്റിയിൽ ഈ വ്യക്തിക്ക് വരാൻ പറ്റുന്നത്, അതായത് പലതരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നും പുറത്തേക്ക് കടക്കാനും അതിലൂടെ ഒരു പോസിറ്റീവ് എനർജി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു എനർജിയിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായിട്ട് ആ ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പവർ നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ പലവർക്കും ഇത് റീകൺസിലിയേഷൻ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് someone from your past is returning to your life എന്നാണ്. ഇത് കൂടുതലും പേർക്ക് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ പലവർക്കും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നോ കോണ്ടാക്ട് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് റീകൺസിലിയേഷൻ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, റീകൺസിലിയേഷൻ പ്രതീക്ഷിക്കാം, ബിക്കോസ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനും കൂടിയാണ്. അപ്പൊ ഇതൊരിക്കലും നിങ്ങൾക്ക് അതങ്ങനെ പെട്ടെന്ന് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ജെമിനായി കിട്ടിയിട്ടുണ്ട്, കേരള 18-ാം തീയതി, മകം നാള് 1117 ഏഞ്ചൽ നമ്പർ ആണ്. മൊബൈൽ അഡിക്ഷൻ ലെറ്റർ M, 4 year 5 month, 6-ാം തീയതി, ഫാഷൻ ഡിസൈനിങ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.